ഹായ് എവ്രി വൺ. അപ്പം ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് സർദോസിനെ പറ്റി പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ആരി വർക്കിൽ നമ്മൾ അടുത്ത പഠിക്കുന്നത് ഈ സർദോസി എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സർദോസി. നമ്മൾ മിക്ക ഡ്രസ്സിലും കാണുന്നതാണ് സർദോസി. ഇനി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. കട്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് പിക്ചറിന് വേണ്ടത്, ആ പിക്ചറിൻ്റെ അളവ് എങ്ങനെയാണോ നമ്മൾ അളവ് യൂസ് ചെയ്യേണ്ടത്, ആ അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. എത്രയാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഒരു ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവറിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ ലീഫ് ആണെങ്കിൽ അതിനും അനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുകയും. അപ്പോൾ ഞാനിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, എല്ലാം നല്ല ഒരേ അളവിൽ കിട്ടുകയും വേണം. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരേപോലെ നമ്മൾ ചൂണ്ടുവിരലിനിങ്ങനെ അങ്ങനെ ശക്തിയിൽ അമർത്തി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി പിടിച്ച് കണ്ടോ, ഏകദേശം അങ്ങനെ അതവിടെ എന്താ പറയുക, അവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രിമ്മർ യൂസ് ചെയ്യാം. നോർമൽ സിസർ വേണ്ടിക്കലും നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആവുന്നത് അത് വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ അളവിലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് ഒരേ അളവിൽ സർദോസി കിട്ടും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നമുക്ക് ഈ കട്ട് ചെയ്ത സർദോസി യൂസ് ചെയ്ത് ഇതേപോലെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടിക്ക് വുഡ് നീഡിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് നോർമൽ നീഡിൽ യൂസ് ചെയ്യാം. വുഡ് നീഡിലാകുമ്പോൾ നിങ്ങൾക്ക് കുറേ സർദോസി അതിലേക്ക് ഇട്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താ വേണ്ട, പ്രാക്ടീസ് വേണം. അത്രയും പ്രാക്ടീസ് ഉണ്ടായാലും നമുക്ക് വുഡ് നീഡിൽ നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നൂലിന് നമ്മളെ ക്ലോത്തിൽ കൊളുത്തിപ്പോകുന്ന പ്രശ്നം വരും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വുഡ് നീഡിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് വരണം. എന്നാലേ നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ അടുത്ത നോർമൽ നീഡിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നോർമൽ നീഡിൽ വെച്ച് നമുക്ക് എങ്ങനെ ഈ സർദോസി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സർദോസി ഇതിലേക്ക് ഇട്ടു. നോർമൽ ചെയിൻ സ്റ്റിച്ച് ഒരു ചെയിൻ എടുത്തു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ സർദോസി ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം ആ സർദോസീൻ്റെ അളവ് വെച്ചിട്ട് അടുത്ത ചെറിയ ലോക്ക് സ്റ്റിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചെയിൻ ആയില്ലേ. അപ്പോൾ അടുത്ത അതേപോലെ ഒരു ചെയിൻ എടുക്കും, അതിലേക്ക് സർദോസി ഇടും. ഓക്കെ, അപ്പോൾ അതിലേക്ക് സർദോസി ഇടും. എന്നിട്ട് ആ സർദോസീൻ്റെ അളവിൽ വെച്ച് ലോക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് സർദോസി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും.
ഇതാണ് ഞാൻ ചെയ്ത മോട്ടീഫ്, സർദോസി യൂസ് ചെയ്ത മോട്ടീഫ്. നിങ്ങൾക്ക് സർദോസി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ളത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ബേസിക് സ്റ്റിച്ചാണ്. നിങ്ങൾക്ക് സർദോസി വെച്ച് പല ഐഡിയാസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.